നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് നിശേഷമായിട്ട് തുടച്ചു നീക്കിയ ഒരു അസുഖമാണ് ഡിഫ്തീരിയ എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്, അല്ലെങ്കിൽ കണക്കുകൾ സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലങ്ങളിലായിട്ട് അങ്ങനെയല്ല. ഡിഫ്തീരിയ പ്രത്യേകിച്ച് വടക്കൻ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ധാരാളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ വളരെ ഗൗരവമേറിയത്, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ് ഡിഫ്തീരിയ. ഡിഫ്തീരിയ എന്താണ്, ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം, ഇതേക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എന്തെല്ലാമാണ്, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ENT ആയ ഡോക്ടർ ധന്യയ്ക്ക്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ഡിഫ്തീരിയയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് തന്നെ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു പരിധിവരെ അഹങ്കരിച്ചിരുന്ന ഒരു അസുഖമായിരുന്നു. എന്നാൽ അങ്ങനെയല്ലെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും ഡിഫ്തീരിയ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് ഡിഫ്തീരിയ? ഡിഫ്തീരിയ എന്ന് വെച്ചാൽ കോറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ എന്നൊരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഗുരുതരമായ അണുബാധയാണ്. ഈ ബാക്ടീരിയം ഡിഫ്തീരിയ ടോക്സിൻ എന്ന് പറയും, ഒരു വിഷം ഉൽപ്പാദിപ്പിക്കുന്നു. അതിൻ്റെ ബലമായിട്ട് വരുന്ന പല കോംപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ അത് തൊണ്ടയിൽ വരികയാണെങ്കിൽ തൊണ്ടയിൽ പാട പോലെ വരും, ശ്വാസനാളത്തിലോട്ട് ഇറങ്ങും, അന്നനാളത്തിലോട്ട് ഇറങ്ങാം, വൃക്ക, കിഡ്നി, നാഡികൾ എന്നിവയൊക്കെ ബാധിക്കാം. ഇതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഡിഫ്തീരിയ. ഡോക്ടർ, ഇപ്പോൾ പല അസുഖങ്ങളും ഇപ്പോൾ ഇങ്ങനെ പറയുന്നു. നമ്മളിപ്പോൾ ഡിഫ്തീരിയയെ കുറിച്ചൊന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ താടിയിൽ കുറച്ച് നീര്, വീക്കമൊക്കെയാണ് നമ്മൾ പൊതുവേ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? തുടക്കം ഇത് ഒരു രോഗിയിൽ രോഗാണു പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 മുതൽ 5 ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. ജനറലായിട്ടുള്ള ലക്ഷണങ്ങൾ കാണും: പനി, തളർച്ച, ക്ഷീണം, വിശപ്പില്ലായ്മ, ബ്ലൂ കളർ വരിക, സൈനോസിസ് എന്ന് പറയും. ഇത് ജലദോഷം, തലവേദന, മൂക്കിൽ നിന്ന് ദുർഗന്ധം വഹിക്കുന്ന ഒരു തരം ബ്ലഡിഷ് ഡിസ്ചാർജ് വരാം. ലോക്കലൈസ്ഡ് ആയിട്ട് ENT ഏരിയയിൽ കാണുന്നത് ശക്തമായ തൊണ്ടവേദന, ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, ഒച്ചയ്ക്ക് വ്യത്യാസം, ശക്തമായ ചുമ, ബാർക്കിംഗ് കോഫ് എന്നൊക്കെ പറയാം. പിന്നെ ശ്വാസ തടസ്സം, ഇതിന് സ്ട്രൈഡർ എന്ന് പറയും. ഇത് വളരെ ഗൗരവമായൊരു സംഗതിയാണ്. പിന്നെ ഡിഫ്തീരിയ രോഗിക്ക് കഴുത്തിൽ കഴലവീക്കം കാണാം. ഇത് നമ്മൾ ബുൾ നെക്ക് എന്ന് പറയും. ഇത്തരം ലക്ഷണങ്ങളാണ് കാണുന്നത്. പക്ഷേ ഡോക്ടർ, പലപ്പോഴും ഇപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഡിഫ്തീരിയ ഇല്ല എന്നുള്ളൊരു ധാരണയിലാണല്ലോ പലരും ഇരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഈ സാധാരണ പനിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഒരു സിവിയറിറ്റി എങ്ങനെയായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങളുടെ? സാധാരണമായിട്ട് തൊണ്ടയിൽ ഉള്ള സിംറ്റംസ് വെച്ചാണ് നമുക്കിത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത്, ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത്. ഡിഫ്തീരിയ തൊണ്ടയിലൊരു ഗ്രേഷ് വൈറ്റ് സ്യൂഡോമെംബ്രെയിൻ എന്ന് നമ്മൾ പറയും, ഒരു തവിട്ട് നിറത്തിലുള്ളൊരു പാട തൊണ്ടയിൽ കാണും. അത് ടോൺസിൽ ഏരിയയിൽ, നമ്മുടെ അണ്ണാക്കിൽ, വ്യൂളയിലൊക്കെ അങ്ങ് പറ്റി പിടിച്ചിരിക്കും. അതെടുത്ത് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ബ്ലീഡ് ചെയ്യും. ഇത് ഡിഫ്തീരിയയുടെ ഒരു പ്രത്യേകതയാണ്. ഇത് കൂടാതെ നമ്മളെ കഴുത്തിൽ കഴലവീക്കം, ബുൾ നെക്ക്, ഇതൊക്കെയാണ് അതിൻ്റെ ക്ലിനിക്കൽ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലിനിക്കൽ സിംറ്റംസ് പറഞ്ഞു ഡോക്ടർ. ഇപ്പോൾ വന്ന ഉടനെ തന്നെ പല ലാബ് ടെസ്റ്റുകളും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് അതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ്? ശരിക്കും ഡിഫ്തീരിയ നമുക്ക് ലക്ഷണങ്ങൾ വഴി തോന്നുകയാണെങ്കിൽ നമ്മളത് സ്ഥിരീകരിക്കണം. അപ്പോൾ രോഗിയുടെ തൊണ്ടയിൽ നിന്ന് സ്വാബ് എടുത്ത് രോഗാണു പരിശോധനയ്ക്ക് വിടണം, ത്രോട്ട് സ്വാബ് കൾച്ചറിന് വിടണം. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ എല്ലാം റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ലക്ഷണങ്ങളുള്ള രോഗിയാണ് നമ്മൾ ഡിഫ്തീരിയ സംശയിക്കുന്നുവെങ്കിൽ ഇതിൻ്റെ ചികിത്സ തുടങ്ങിയിരിക്കണം. അത് കഴിഞ്ഞിട്ട് റിസൾട്ട്സ് വന്ന് കൺഫേംഡ് ആവട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ക്ലിനിക്കൽ ക്രൈറ്റീരിയ പറഞ്ഞല്ലോ, അത് വെച്ച് നമുക്ക് ഡിഫ്തീരിയയുടെ ലക്ഷണങ്ങളാണ് രോഗി പ്രകടിപ്പിക്കുന്നതെങ്കിൽ ലാബ് ടെസ്റ്റിന് റിസൾട്ടിന് വെയിറ്റ് ചെയ്യരുത്. കാരണം നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആൻറ്റിടോക്സിൻ കൊടുക്കുന്നത് എത്ര ഡ്യൂറേഷൻ, എത്ര സിവിയറിറ്റിയും ഡ്യൂറേഷനും അനുസരിച്ചിട്ടാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ചികിത്സാ മാർഗങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, തുടങ്ങേണ്ടത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് ബ്ലഡ് ടെസ്റ്റിൻ്റെ ഒക്കെ റിസൾട്ട് വരാൻ നിൽക്കേണ്ടതില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ തുടങ്ങുന്നത് ഏതെല്ലാം ചികിത്സകൾ? നമ്മൾ ആദ്യം ഈ വിഷമാണല്ലോ, ഡിഫ്തീരിയ ടോക്സിൻ ആണല്ലോ, അതിനൊരു പ്രതിവിഷം എന്ന നിലയ്ക്ക് ഡിഫ്തീരിയ ആൻറ്റിടോക്സിൻ കൊടുക്കും. അത് നമ്മൾ രോഗത്തിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് ഡോസിലാണ് കൊടുക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ അണുക്കളെ നശിപ്പിക്കാനും ഈ വിഷം ഉണ്ടാക്കുന്ന തടയാനുമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും. സാധാരണ അതിന് പെൻസിലിൻ, എറിത്രോമൈസിൻ ഒക്കെ പറയും. അങ്ങനത്തെ ആൻറ്റിബയോട്ടിക്കിലാണ് കൊടുക്കുന്നത്. നമുക്കൊരു കോളർ ഉണ്ട് ഡോക്ടർ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം ഡോക്ടറെ, ഈ ഡിഫ്തീരിയ അസുഖം ഇത് പകർച്ചവ്യാധിയാണോ? പകർച്ചവ്യാധിയാണ്, എങ്ങനെയാണ് പകരുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഡിഫ്തീരിയ ഒരു പകർച്ചവ്യാധിയാണ്. ഇത് ശ്വാസനാളത്തിലൂടെയാണ് പകരുന്നത്. സാധാരണ രോഗിയുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നുമുള്ള സ്രവങ്ങൾ വഴിയാണ് ഇത് പടരുന്നത്.
എന്നാൽ രോഗി അത് ആവണമെന്നില്ല. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാത്ത ഒരു കാരിയർ, ഡിഫ്തീരിയ വാഹകനിൽ നിന്നും ഇത് പടരാം. ഓക്കെ, അപ്പോൾ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാത്ത ആളുകളുമുണ്ട് അല്ലേ? ഡിഫ്തീരിയ കാരിയേഴ്സ് എന്ന് പറയും. രോഗം വഹിക്കുന്നുണ്ട് പക്ഷെ ലക്ഷണങ്ങളില്ല. ഇപ്പോൾ ഡിഫ്തീരിയ രോഗിയുടെ കൂടെ ഉള്ള ഒരാളൊക്കെ ആണെങ്കിൽ, ഇപ്പം ഇമ്മ്യൂണൈസേഷനൊക്കെ എടുത്ത ആളാണെങ്കിൽ ലക്ഷണങ്ങൾ വേണമെന്ന് ഇല്ല, വാഹകനായിട്ട് പ്രവർത്തിക്കും. അടുത്ത ഒരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. പറയൂ. ഈ ലിസ്റ്റീരിയ ഈ വന്ന കുട്ടികൾക്ക് രണ്ടാമത് വീണ്ടും ലിസ്റ്റീരിയ വരുന്നുണ്ട് എന്നുള്ളൊരു ആശയമുണ്ട്. എന്തുകൊണ്ടാണ് സാർ? സാധാരണ ഇപ്പോൾ പറയുന്നത് ഡിഫ്തീരിയ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അതിന് ക്ലിനിക്കൽ ഇമ്മ്യൂണിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിഫ്തീരിയ വന്നു കഴിഞ്ഞാലും വാക്സിനേഷൻ എടുക്കണം എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഡിഫ്തീരിയയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം നമ്മൾ പല അസുഖങ്ങളും ഇപ്പോൾ ചില വിഭാഗങ്ങളിൽ കൂടുതൽ, ഇപ്പോൾ ഡെങ്കിപ്പനി തന്നെ ധാരാളം വരുന്നുണ്ട്. അത് കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെയാണെന്ന് പറയുന്നത്. ഈ ഡിഫ്തീരിയ അങ്ങനെ ഏതെങ്കിലും പ്രത്യേക വിഭാഗക്കാരിൽ കൂടുതലായിട്ട് കാണുന്നുണ്ടോ? 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഡിഫ്തീരിയക്കുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ മരണനിരക്കും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലും മുതിർന്നവരിലും കൂടുതലാണ്. അതെ, നമ്മളിപ്പോൾ വടക്കൻ ജില്ലകളിലൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? അവിടെ ഇങ്ങനെ കൂടുതലായിട്ട് വരുന്നതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? നമ്മൾ ആക്ച്വലി അഹങ്കരിച്ചിരുന്നു ഡിഫ്തീരിയ കേരളത്തിൽ നിന്ന് നമ്മൾ ഇല്ലാതാക്കിയെന്ന്. ഇപ്പോൾ നമ്മൾ കൺട്രോളിൽ വെച്ചിരുന്ന ഡിഫ്തീരിയ തിരിച്ചു വരികയാണ്. അതിൻ്റെ ഒരു കാരണം നമ്മുടെ വാക്സിനേഷൻ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ ശരിക്കും നടക്കാത്തതായിരിക്കാം. നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ പല തെറ്റിദ്ധാരണയുണ്ട്, അറിവില്ലായ്മയുണ്ട് ഈ പ്രതിരോധ കുത്തിവയ്പ്പുകളെ കുറിച്ച്. അതായിരിക്കാം ഈ പല പകർച്ചവ്യാധികളും തിരിച്ചു വരാനുള്ള ഒരു കാരണം അല്ലേ? അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, സംസാരിച്ചോളൂ ഡോക്ടറോട്. മാഡം, എൻ്റെ മോൾക്ക് ഇപ്പം 4.25 വയസ്സായേ. അപ്പൊ 4 വയസ്സ് തൊട്ട് അവൾക്ക് ഇങ്ങനെ 1 മാസം ഇടവിട്ട് ഇങ്ങനെ ഈ ഇടത് ചെവിയുടെ ഭാഗത്തിങ്ങനെ നീരും വേദനയും പനിയായിട്ട് വരുവേ. അത് വരുന്ന സമയത്ത് ആ സൈഡിൽ തന്നെ പിന്നെ ചെറിയ കടല വീക്കം കണക്ക് വരും കഴുത്തിലേ. അപ്പൊ അത് എന്തിന്റെ ഇതാണ്? മാഡം പറഞ്ഞു കേട്ടിട്ട് എനിക്ക് ഇത് സാധാരണ നമ്മൾ എന്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് ലിംഫഡനൈറ്റിസ് വരും. നമുക്ക് ചെറുതായിട്ട് കഴലകൾ വീങ്ങാം. ഇപ്പോൾ നമുക്ക് സാധാരണ തൊണ്ടയിൽ ടോൺസിലൈറ്റിസോ അല്ലെ ചെവിയിലൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ കറസ്പോണ്ടിങ് റീജിയനിൽ കഴല വീങ്ങാം. അത് ഡിഫ്തീരിയയുടെ ലക്ഷണങ്ങളായിട്ട് തോന്നുന്നില്ല. അത് ഇപ്പോൾ കഴലവീക്കം ഒരു ലക്ഷണമാണെന്നേ ഉള്ളൂ അല്ലേ? ഇത് ഡിഫ്തീരിയയുടെ കഴല ഒരു പ്രത്യേക ബുൾനെക്ക് എന്ന് പറയും, വലുതായിട്ട് വീർക്കുന്ന ഒരു പ്രത്യേകതരം ആയിട്ട് പറയാം. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചു പറയൂ. ഈ കുട്ടി ഈ ലിസ്റ്റീരിയ കുത്തിവെച്ച കുട്ടികൾക്ക് വീണ്ടും ലിസ്റ്റീരിയ വരുന്നുണ്ട് എന്നുള്ളൊരു സംശയം കേൾക്കുന്നുണ്ട്. ഞാൻ പറയാം. നമ്മുടെ വാക്സിനേഷനെ പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കണം. സാധാരണ വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരാളുടെ രോഗപ്രതിരോധ ശക്തി ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ആ രോഗാണുള്ള ചുറ്റുപാടിൽ ജീവിക്കുമ്പോൾ ആ രോഗാണുവിൻ്റെ സാമീപ്യം മൂലം നമ്മുടെ രോഗപ്രതിരോധ ശക്തി ഉത്തേജിപ്പിക്കുന്നു. എന്നാൽ ഡിഫ്തീരിയ എന്ന രോഗം നമുക്ക് കോമൺ ആയിട്ടില്ല. അപ്പം നമ്മൾ വാക്സിനേഷൻ എടുത്താലും കാലക്രമേണ നമ്മുടെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തി കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ഓരോ 10 കൊല്ലം കൂടുമ്പോഴും നമ്മൾ TD ബൂസ്റ്റർ എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് പൂർണ്ണമായിട്ട് വാക്സിനേഷൻ കൊടുത്താൽ പോലും ബൂസ്റ്റർ എടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവർ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ വാക്സിൻ എടുത്തു കഴിഞ്ഞാലും വീണ്ടും അപ്പോൾ കൃത്യമായി ഇത് മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാവില്ലേ? നമ്മളൊരു കുട്ടിയുടെ വാക്സിനേഷൻ്റെ ഡീറ്റെയിൽസിൽ ഇതൊക്കെ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ആളുകൾ എടുക്കാൻ മടിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? അത് പല തെറ്റിദ്ധാരണകളും ഉണ്ട്. ഇതെടുത്താൽ വേറെ എന്തെങ്കിലും അസുഖം വരാമെന്നല്ല, ചെറിയ മൈൽഡ് റിയാക്ഷനൊക്കെ എക്സ്പെക്റ്റഡ് ആണ്. പക്ഷെ നമ്മളെപ്പോഴും എന്ത് ചികിത്സ കൊടുക്കുമ്പോഴും റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് ആണ് നോക്കുന്നത്. ഡിഫ്തീരിയ വെച്ചാൽ മരണത്തിലോട്ട് നയിക്കാവുന്ന ഒരു അസുഖമാണ്. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും തടയാൻ കഴിയുന്നൊരു അസുഖം, മരണത്തിലോട്ട് നയിക്കുന്നൊരു അസുഖം വെച്ചാൽ വാക്സിനേഷൻ എടുത്തേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഇത് വന്നാൽ വളരെ ഗൗരവമായിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു കുട്ടിക്ക് വന്നു, വീട്ടിലൊരു കുട്ടിക്ക് വന്നാൽ നമ്മൾ മറ്റുള്ളവർ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കും? ഇപ്പോൾ കൂടെയുള്ളവർ ഇപ്പോൾ അവർ പൂർണ്ണമായിട്ടും ഇമ്മ്യൂണൈസേഷൻ എടുത്ത ആളുകളാണെങ്കിൽ ഒരു TD ബൂസ്റ്റർ എടുക്കണം. പിന്നെ അവർ രോഗാണുവാഹകരാണോ എന്ന് നമ്മൾ ത്രോട്ട് സ്വാബ് കൾച്ചറോടെ നോക്കണം. പിന്നെ അണുക്കളുടെ ശക്തി കുറയാനായിട്ട് അവർക്കും ആൻറ്റിബയോട്ടിക് തെറാപ്പി തുടങ്ങണം. ഓക്കെ, പിന്നെ നമ്മുടെ കുട്ടിയെ ഐസൊലേറ്റ് ചെയ്തിരിക്കണം. കുട്ടിയുടെ സ്രവങ്ങളുള്ള വസ്തുക്കൾ ഡിസിൻഫെക്റ്റ് ചെയ്യണം. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം.
ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. മാഡം, പറയൂ. അടിക്കടി ഉണ്ടാവുന്ന തൊണ്ടവേദന, തൊണ്ടയിൽ ഒരു നീട്ടല് പോലെ, അതൊക്കെ ഇങ്ങനെ 24 ലക്ഷങ്ങൾ എന്തെങ്കിലും ആയിരിക്കും? സാധാരണഗതിയായിട്ട് തൊണ്ടവേദനയൊക്കെ നമുക്ക് ഫാരിഞ്ചൈറ്റിസ്, ടോൺസിലൈറ്റിസ് അങ്ങനെ വലിയ പ്രശ്നമില്ലാത്തതായിരിക്കും. അപ്പോൾ എല്ലാ തൊണ്ടവേദനയും ഡിഫ്തീരിയ ആവണമെന്നില്ല. വൈറൽ ഇൻഫെക്ഷൻ ആവാം. നമുക്ക് സംശയമുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക, അത് ക്ലാരിഫൈ ചെയ്യുക. ഓക്കെ, അടുത്തൊരു കോളിലേക്ക് പോകണം. ഹലോ ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറോട്. പറയൂ. ഡോക്ടറെ, ഞാൻ നമ്മുടെ മലപ്പുറത്ത് നിന്നാണ്. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കുവൈറ്റിലാണ്. എനിക്ക് പിന്നെ ഈ കാൽസ്യത്തിന്റെ കുറവാ തോന്നുന്നു. എനിക്ക് പിന്നെ നാക്കില് നമ്മുടെ എന്താ പറയാ പുണ്ണ് വരില്ലേ, ഒന്നും കൂട്ടാൻ പറ്റുന്നില്ല, കഴിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഇത് ഡിഫ്തീരിയ അല്ല അല്ലേ? വായില് ആസ്തസ് അൾസറിന് വിഭാഗമായിട്ടാണ് തോന്നുന്നത് എനിക്ക്. അപ്പോൾ അത് നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. നമ്മള് അത് പക്ഷേ ഡിഫ്തീരിയ അല്ല, അൾസറും ഡിഫ്തീരിയയും വ്യത്യാസമുണ്ട്. ഡോക്ടർ, ഇപ്പോൾ നേരത്തെ ഒരു കോളർ ചോദിച്ചോളൂ, ഇടയ്ക്കിടയ്ക്ക് വരുന്ന തൊണ്ടവേദന. ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ലക്ഷണങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഡിഫ്തീരിയ ഇത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ലക്ഷണങ്ങൾ പ്രത്യക്ഷമാവുകയും അതിന്റെ ഒരു സിവിറിറ്റി കൂടി വരികയും ചെയ്യല്ലേ ചെയ്യുന്നത്? ഇല്ല 2-5 ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു തൊണ്ടവേദന ഡിഫ്തീരിയ എന്ന് പറയാം അല്ല. ഈ അസുഖം ഡിഫ്തീരിയ ആണെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. അത് ശക്തമായിട്ട് അങ്ങ് ഫാസ്റ്റ് ആയിട്ട് അങ്ങ് പ്രോഗ്രസ് ചെയ്യും. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ വാക്സിനേഷനെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ, അതിന്റെ ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ വാക്സിനേഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത്? ഇതിന്റെ ഒരു സ്കെഡ്യൂൾസ് എങ്ങനെയാണ്? സാധാരണ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 6 ആഴ്ച കൂടും 6th വീക്കിലാണ്, 6ാമത്തെ ആഴ്ചയാണ് ഫസ്റ്റ് ഡോസ് ഓഫ് ഡിഫ്തീരിയ വാക്സിൻ കൊടുക്കുന്നത്. നമുക്ക് DTaP എന്ന് പറയും, ഡിഫ്തീരിയ ടെറ്റനസ് പെർട്ടൂസ്, ആ രീതിയിലാണ് എടുക്കുന്നത്. 6 ആഴ്ചയിൽ ആദ്യത്തെ വാക്സിൻ എടുത്താൽ പിന്നെ 4 ആഴ്ച കഴിഞ്ഞിട്ട്, പിന്നെ അടുത്തത് പിന്നെ 4 ആഴ്ച കഴിഞ്ഞിട്ട്, അതായത് 6, 10, 14 6, 10, 14 ആഴ്ചകളിൽ എടുക്കും. പിന്നെ ബൂസ്റ്റർ ഡോസ് എടുക്കുന്നത് 6 മാസം കഴിഞ്ഞിട്ട്, അതായത് 1 വയസ്സാകുമ്പോൾ എടുക്കാം. പിന്നെ അടുത്ത ബൂസ്റ്റർ നമ്മൾ 4 വയസ്സാകുമ്പോൾ എടുക്കാം. ഇതാണ് ഒരു ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ വരുന്നത്. പിന്നെ 7 വയസ്സിൽ ഒരു TDAP എന്ന് പറയും, അതും കൂടി കൊടുത്താൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ കംപ്ലീറ്റ് ആണെന്ന് പറയാം. ഓക്കെ, പക്ഷേ ഇത് കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 10 കൊല്ലം കൂടുമ്പോൾ ഒരു TD ബൂസ്റ്റർ കൊടുത്തിരിക്കണം. ഒരു കോൾ ഉണ്ട്, അതിനുശേഷം ഇതേക്കുറിച്ച് തന്നെ തുടരാം നമുക്ക്. ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ, ഞാൻ നമസ്കാരം. വയനാട് വിളിക്കുന്നത്. ചോദിച്ചോളൂ, എന്താ സംശയം? എന്റെ മോന് 11 വയസ്സായി. 10ാമത്തെ വയസ്സില് ഒരു ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, അത് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കൊടുക്കാവുന്നുള്ളൂ. 11 to 12 ഇയേഴ്സിനും TD ബൂസ്റ്റർ കൊടുക്കും. TD ആയിട്ട് തന്നെ കൊടുത്തോളൂ. കുട്ടി 7 വയസ്സ് വരെ പൂർണ്ണമായിട്ട് ഇമ്മ്യൂണൈസേഷൻ എടുത്തതാണോ? നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച് എല്ലാ കുത്തിവയ്പ്പും നടത്തിയതാണോ? 5 വയസ്സ് വരെ എടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ ബൂസ്റ്റർ ഡോസ് മതിയാവും. ഡോക്ടർ, ഈ സംശയം പലരും ചോദിച്ചു കാണുന്ന ചില വാക്സിനുകൾ എടുക്കാൻ വിട്ടുപോകും. അപ്പൊ ഈ ഒരു അസുഖത്തിന്റെ വാക്സിനൊക്കെ എടുക്കാതെ ഇപ്പൊ മുതിർന്നവർക്കൊക്കെ അതൊരു സംശയമുണ്ട്, പിന്നീട് എടുക്കാൻ പറ്റുമോ? എടുക്കാം, നമ്മൾ എടുക്കണം. അതും ഡിഫ്തീരിയ ഇപ്പോൾ പുതുതായിട്ട് ഇങ്ങനെ പ്രിവലൻ്റ് ആയി വരുന്ന കൊണ്ട് നമുക്ക് TDAP എന്ന് പറയും, അത് എടുക്കണം. ഏത് പ്രായത്തിലും ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ എടുക്കാവുന്നതാണ്. അടുത്തൊരു കോളിലേക്ക് പോകണം. ഹലോ, ഞാൻ വിളിച്ചത് എന്റെ കൊച്ചുമകൻ, അതായത് മകളുടെ മകൻ, ഈ ചെള്ളക്ക് ചെറിയ വെള്ള പൊട്ടായിട്ടുണ്ട്. ഒന്നുകൂടെ ചോദിക്കോ? ചോദ്യം വ്യക്തമായില്ല. എന്റെ മകളുടെ മകൻ ഈ നമ്മളെ കവിള് ഭാഗത്ത് ചെറിയ കുത്തായിട്ട് വെള്ള പൊട്ടായിട്ടും ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും? കവിളിന് പുറത്തായിട്ടാണോ കാണുന്നത്? കവിളിന് പുറത്ത് തൊലിയിലാണ്. ഡോക്ടർ, ഇത് ശരിക്കും പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ വിഷയം എന്താണെന്ന് ശ്രദ്ധിച്ചു കാണില്ലായിരിക്കും. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് വാക്സിനേഷനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ മുതിർന്നവർക്ക് വാക്സിനേഷൻ വേണമെങ്കിൽ, കാരണം എന്താ വെച്ചാൽ ഈ ഡിഫ്തീരിയ അസുഖത്തെ കുറിച്ച് തന്നെ പറയുമ്പോൾ ഒരിടയ്ക്കൊന്നും ഇതിനെക്കുറിച്ച് കേട്ടിരുന്നില്ല. അപ്പോൾ പലർക്കും നമുക്കിപ്പോൾ ഒരു സംശയമുണ്ട്, ഈ അസുഖം പെട്ടെന്ന് വന്നതാണോ എന്ന്. യഥാർത്ഥത്തിൽ ഈ അസുഖം നേരത്തെ ഉണ്ടായിരുന്നു? ഇത് നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പം 5th century BC-യിലാണ് ഹിപ്പോക്രാറ്റസ്, അദ്ദേഹം ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഒത്തിരി ഔട്ട് ബ്രേക്സ് ഹിസ്റ്ററിയിൽ പറയപ്പെടുന്നുണ്ട്. മേ ബി നമ്മളത് കൺട്രോളിൽ വെച്ചിരുന്നു. നമ്മുടെ വാക്സിനേഷൻ സിസ്റ്റം ഇഫക്റ്റീവ് ആയതുകൊണ്ട്, പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊണ്ട് ഇത് കൺട്രോളിലായതായിരുന്നു. അത് മേ ബി നമ്മുടെ അറിവില്ലായ്മ കാരണം ഒരിടക്കാലത്ത് വാക്സിനേഷൻ എഗെയിൻസ്റ്റ് എല്ലാം ഒരു ചിന്താഗതി വന്നിരുന്നു. കുത്തിവയ്പ്പൊക്കെ പ്രോപ്പറായിട്ട് എടുക്കാത്ത കൊണ്ടായിരിക്കാം രണ്ടാമതും ഇത്
വരാൻ കാരണം അല്ലേ? കുത്തിവയ്പ്പുകളെ കുറിച്ച് എല്ലാവരും പൂർണ്ണ ബോധവാന്മാരായിരിക്കണം. ഡോക്ടർ, നമുക്ക് അടുത്തൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഡിഫ്തീരിയ എന്ന് പറഞ്ഞ ഈ ചുമയും കഫക്കെട്ടും ഉണ്ടെങ്കിലാണോ അത് വരിക? അല്ലല്ല, ചുമയും കഫക്കെട്ടും ഡിഫ്തീരിയ എന്ന് പറയാൻ പറ്റില്ല. ഡിഫ്തീരിയ എന്ന് പറയുന്നത് ശ്വാസനാളത്തിലൂടെ പടരുന്ന ഒരു ഇൻഫെക്ഷനാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പനി, തൊണ്ടവേദന, ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പം ചുമയും കഫക്കെട്ടും ഉണ്ട് വെച്ച് ഡിഫ്തീരിയ എന്ന് വിചാരിക്കേണ്ട. ഏതായാലും ഒരു ഡോക്ടറെ കാണിക്കുക കേട്ടോ. പിന്നെ ചുമയും കഫക്കെട്ടും കൊണ്ടാണോ ഇത് വരിക എന്നുള്ളത്? അല്ല, ചുമയും കഫക്കെട്ടും കൊണ്ടല്ല ഇത് വരുന്നത്. ചുമയും കഫക്കെട്ടും ചിലപ്പോൾ ഒരു ഇതിന്റെ ലക്ഷണമായിട്ട് വരാം. ഇതുള്ള ഡിഫ്തീരിയുള്ള രോഗികൾക്ക് ചുമ വരാം. ഡോക്ടർ, ഇപ്പോൾ ഈ ഡിഫ്തീരിയ അസുഖത്തെ ഇത്രയേറെ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു സങ്കീർണത എന്താണ്? കാരണം ഭയക്കുന്നതിന് കാരണം ഇതിൻ്റെ മരണസാധ്യത തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അൺകോംപ്ലിക്കേറ്റഡ് കേസസിൽ 5 മുതൽ 10% വരെ മരണസാധ്യതയുണ്ട്. ഇപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉള്ള കേസസിൽ 50% അതിൽ കൂടുതലോ മരണസാധ്യതയുണ്ട്. മുതിർന്നവരിലും കുട്ടികളിലും ഇത് വളരെ കൂടുതലാണ് മരണസാധ്യത. ഇതാണ് ഭയക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ ഒരു രോഗി ഉള്ളപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ്, ഇപ്പോൾ ആ രോഗി കിടക്കുന്ന മുറിയിലാണെങ്കിലും ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റുകൾ, അത് അവിടെയൊക്കെ എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? സ്രവങ്ങളുമായിട്ടുള്ള ഇത് ഒഴിവാക്കണം. അതിന് പ്രോപ്പർ ഡിസിൻഫെക്ഷൻ തന്നെ വേണം. പിന്നെ നമ്മൾ നോക്കുന്ന ആൾ കാരിയറാണോ നോക്കുക. അയാൾ വാക്സിനേഷൻ എടുത്തിരിക്കണം. അണുവിമുക്തമാക്കാനുള്ള ആൻറ്റിബയോട്ടിക്സും കഴിച്ചിരിക്കണം. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ, നമസ്കാരം. നമസ്കാരം. ഹലോ, ചോദിച്ചോളൂ. നമസ്കാരം, ചോദിച്ചോളൂ. എന്താണ് സംശയം? അത് എന്റെ മകൾക്ക് 3-4 ദിവസം മുന്നേ പനി ഉണ്ടായിരുന്നേ. അപ്പോ തൊണ്ടവേദന ഉണ്ടായിരുന്നു. തൊണ്ടയിൽ ഇന്നലെ ചെറിയൊരു പൂപ്പല് പോലെ അനുഭവപ്പെട്ടിരുന്നു, കണ്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അത് ഉണ്ടായിരുന്നില്ല, കാണാനുമില്ല. ഇത് തൊണ്ടയിൽ വരുന്ന എല്ലാ പൂപ്പലും ഡിഫ്തീരിയ ആവണമെന്നില്ല. കാരണം നമ്മൾ ഈ സ്യൂഡോമെംബ്രെയിൻ ഉണ്ടാക്കുന്ന പലതരം കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഫോളിക്കുലാർ ടോൺസിലൈറ്റിസ് എന്ന് പറയും, അതിൽ പാട പോലെ വരാം. ഈ കാൻഡിഡ ഇൻഫെക്ഷൻ പറയും, ത്രഷ്, അതിൽ വരാം. ചെറിയ വൈറൽ ഇൻഫെക്ഷൻ, എപ്സ്റ്റീൻ ബാർ വൈറസിലൊക്കെ വരാം. അപ്പോൾ ഡിഫ്തീരിയയുടെ പാടാന്ന് വെച്ചാൽ അതൊരു പ്രത്യേകമാണ്, കണ്ടാൽ നമ്മൾ മിസ് ചെയ്യത്തില്ല. അപ്പം ഇങ്ങനെ ഒരു പൂപ്പൽ കണ്ടുവെച്ച് പേടിക്കണ്ട. പക്ഷെ എന്നാലും ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ഒന്ന് കൺഫേം ചെയ്യുക. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. സാർ, ഡോക്ടർ, ഈ വാക്സിനേഷൻ എടുക്കുന്നത് പറയൂ. ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല എൻ്റെ ഈ വാക്സിനേഷൻ എടുക്കേണ്ടത്? ഇത് വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നതിനെ കുറിച്ചിട്ടാണോ ചോദിക്കുന്നത്? എന്നിട്ട് ഈ ഡിഫ്തീരിയയ്ക്ക് കൊടുക്കുന്ന വാക്സിനേഷനെ ഡോക്ടർ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തോളൂ. നമ്മളത് ഹോസ്പിറ്റലിൽ പോയി തന്നെ എടുത്തോളൂ. കാരണം നമ്മൾ കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ വീട്ടിൽ അവിടെ നിന്ന് ആസ്പത്രിയിൽ ഇപ്പം എല്ലാ ആസ്പത്രികളിലും അവൈലബിൾ ആണ്. അവിടെ പോയിട്ട് ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ എന്തായാലും എടുത്തിരിക്കണം. മുമ്പ് എടുത്തതാണെങ്കിൽ ബൂസ്റ്റർ എടുത്തിരിക്കണം, ബൂസ്റ്റർ എടുത്തിട്ടില്ലെങ്കിൽ. ഡോക്ടർ, ഇപ്പോൾ പല അസുഖങ്ങളും വന്ന് ഒരുവിധം ഒന്ന് മാറിക്കഴിഞ്ഞാലും പല കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങളൊക്കെ, ഭക്ഷണ കാര്യങ്ങളൊക്കെ കുറേ ദിവസം ശ്രദ്ധിക്കണം. ഫോളോ അപ്സ് പ്രധാനമാണ്. ഡിഫ്തീരിയയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ടോ? ഡിഫ്തീരിയയ്ക്ക് ജനറൽ ഹെൽത്ത് ശ്രദ്ധിക്കണം. ഒരു 3 ആഴ്ചയെങ്കിലും റെസ്റ്റ് നമ്മൾ പറയുന്നുണ്ട്. കാരണം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് കിഡ്നിയെ ബാധിക്കാം, ഹൃദയത്തെ ബാധിക്കാം, നാഡികളെ, നെർവ് സിസ്റ്റത്തിനെ ബാധിക്കാം. ഒരു അത് ഫോളോ അപ്പ് ചെയ്തിരിക്കണം. ഈ സിസ്റ്റംസ് ഒക്കെ എങ്ങനെയുണ്ട് എന്ന് നോക്കണം. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ടിവിയെ ശ്രദ്ധിക്കണ്ട, ചോദ്യം ചോദിച്ചോളൂ. ഹലോ. ഹലോ, മകന് വേണ്ടിയായിരുന്നു. പറയൂ. 7 വയസ്സായി കുട്ടിക്ക്. പിന്നെ ഒരാഴ്ച മുമ്പേ പനിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം കാണുന്ന മുണ്ടിനീര് എന്ന് പറയുന്ന ഇതില്ല, മുണ്ടിനീര്. അതുപോലെ 2 കവിളിലും വന്നായിരുന്നു. ഇത് ഡിഫ്തീരിയയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലാണോ? അത്
ഇത് മുണ്ടിനീര് അല്ല, അത് പെരട്ടൈറ്റിസോ മുണ്ടിനീരോ ആയിരിക്കാം. ഡിഫ്തീരിയ സാധാരണ നമ്മൾ താഴെ കഴുത്തിൻ്റെ താഴെ കഴല വീർപ്പും ബുൾനെക്ക് എന്ന് പറയും. എനിക്ക് തോന്നുന്നില്ല, എന്നാലും ആളെ കാണുവാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ ഡോക്ടർ ഈ മുണ്ടിനീര് എന്ന് പറയുന്നത് അത് ഒരു വൈറൽ ഇൻഫെക്ഷൻ, ഡിഫ്തീരിയ അല്ല. മുണ്ടിനീര് മംസ് എന്ന് പറയുന്നത് ഒരു ലക്ഷണം തന്നെയല്ലേ കാണുന്നത്? അതെ അതെ, പനി. പനി അത് പക്ഷേ ഇവിടെയാണ് നമ്മുടെ ഉമിനീർ ഗ്രന്ഥിയുടെ അവിടെയാണ് വീർക്കുന്നത്. ഉമിനീർ ഗ്രന്ഥിയാണ് അവിടെ വീർക്കുന്നത്. ഡോക്ടർ, ഇപ്പോൾ മുതിർന്നവരിലും ഇത്തരം ലക്ഷണങ്ങൾ തന്നെയാണോ കാണുന്നത്? കൃത്യമായിട്ട് ഈ കുട്ടികളിൽ കാണുന്ന പോലെ തന്നെയുള്ള ഈ തൊണ്ടവേദന, ഈ പാട വരുന്നതെല്ലാം എല്ലാവരിലും കാണുന്നതാണ്. പിന്നെ കുറച്ച് വ്യത്യാസങ്ങൾ വരാം. ചിലർക്ക് ശക്തമായ പനിയായിട്ട് വരാം, ചിലപ്പോൾ വലിയ പനിയില്ലാണ്ട് മൈൽഡായിട്ട് വരാം. ഈ ജനറൽ സിംറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാം. നമ്മൾ തൊണ്ടയിലുള്ള ആ പാട നോക്കിയിരിക്കണം. പിന്നെ ഇപ്പോൾ നമ്മൾ ഡങ്കിപ്പനിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വന്ന് മാറിയാലും പിന്നെ അടുത്ത വർഷം വരുമ്പോഴും ചിലപ്പോൾ ഇത് വരാമെന്ന് പറയുന്നു. ഡിഫ്തീരിയയ്ക്ക് അങ്ങനെ ഒരു ഡിഫ്തീരിയയ്ക്ക് നമ്മൾ അതാണ് പറയുന്നത്, ക്ലിനിക്കൽ ഇമ്മ്യൂണിറ്റി ഇല്ല. അപ്പോൾ വന്നാലും വാക്സിൻ എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ വാക്സിന് ബൂസ്റ്റർ ഡോസ് വന്നു കഴിഞ്ഞാലും എടുക്കണം. ഓക്കെ, അതല്ല, ഡിഫ്തീരിയയ്ക്ക് നമ്മൾ ചികിത്സ കൊടുക്കുമ്പോൾ അതെ ചികിത്സ ചെയ്യുന്നത് അപ്പോൾ ഉള്ള അസുഖം മാറ്റാൻ വേണ്ടി മാത്രമാണ് ചികിത്സ കൊടുക്കുന്നത്. ഓക്കെ, ഹോസ്പിറ്റലിൽ കിടത്തേണ്ട അവസ്ഥകൾ എപ്പോഴാണ് വരുന്നത്? അതാണ് നമ്മൾ പറഞ്ഞല്ലോ, കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു. ഇതിപ്പം ഹൃദയത്തെ ബാധിക്കുകയാണെങ്കിൽ പലതരം കോംപ്ലിക്കേഷൻ, മയോകാർഡൈറ്റിസ് എന്ന് പറയും, പിന്നെ കാർഡിയാക് അറിത്മിയ എന്ന് പറയും, ഈവൻ ഹാർട്ട് ഫെയിലിയർ വരെ ഉണ്ടാവാം. ഇപ്പം നമ്മുടെ കിഡ്നിയെ ബാധിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രവർത്തനം അവതാളത്തിലാവും, പ്രോട്ടീൻയൂറിയ ആ രീതിയിലൊക്കെ തുടങ്ങാം. പിന്നെ നമ്മുടെ ഞരമ്പുകളെ ബാധിക്കുകയാണെങ്കിൽ ഇപ്പം തുടക്കത്തിൽ 1-2 ഞരമ്പുകളായിരിക്കും. ഇപ്പം നമ്മുടെ പാലറ്റിൽ, അത് അണ്ണാക്കിൽ, അവിടുത്തെ പാലറ്റൽ പാൾസി എന്ന് പറയും. അതാവുമ്പം വെള്ളം കുടിക്കുമ്പോൾ തരിപ്പ് പോവുക, ഈ അവസ്ഥയൊക്കെ ആയിട്ട് തുടങ്ങാം. പിന്നെ കണ്ണിൻ്റെ ഞരമ്പുകളെ ബാധിക്കാം. പിന്നെ അത് ജനറലൈസ്ഡ് പോളിന്യൂറോട്ടിസ് ആ രീതിയിലോട്ട് മാവും. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മരണസാധ്യത കൂടുതലാണ്. ഇതൊക്കെ വളരെ ഗൗരവമായിട്ടെടുത്ത് ചികിത്സിക്കേണ്ട കാര്യങ്ങളാണ്. ഡോക്ടർക്ക് ഇപ്പോൾ നമ്മൾ ഈ കോളേഴ്സ് തന്നെ മനസ്സിലായി വാക്സിനേഷനെ കുറിച്ചിട്ട് ധാരാളം തെറ്റിദ്ധാരണകളുണ്ടെന്ന്. അപ്പോൾ ഒരു സന്ദേശം പ്രേക്ഷകർക്ക് കൊടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടിലും എത്രയോ 10 മടങ്ങ് ഭേദം തടയുന്നതാണ്. ഡിഫ്തീരിയ എന്ന പകർച്ചവ്യാധിക്ക് എഗെയിൻസ്റ്റ് ഇഫക്റ്റീവ് വാക്സിൻ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് വളരെ ചീപ്പുമാണ്. അപ്പോൾ എന്തായാലും സ്വന്തം കുട്ടിക്ക് കൊടുത്തിരിക്കുക. ഇനി അഥവാ ഇതുവരെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പം ലേറ്റ് അല്ല, എടുക്കുക. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.